ഈ ഒരു ശീലം പലപ്പോഴും നമ്മുടെ സന്തോഷം കവർന്നെടുക്കുന്നതാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു കുറച്ച് ജോലികളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഒരു ചെറിയ മോട്ടിവേഷൻ ആകാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിൽ പലരുടെയും ജീവിതത്തെ സൈലൻ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതെന്താണെന്നറിയാമോ? കമ്പാരിസൺ. നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ ആ ഒരു ശീലം പലപ്പോഴും നമ്മുടെ സന്തോഷം കവർന്നെടുക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ കാണുന്നത് അവരുടെ നല്ല നിമിഷങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാ വീടുകളും സന്തോഷം നിറഞ്ഞതുപോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ ഓരോ വീടിനും പറയാനായിട്ട് ഓരോ കഥയുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം നോക്കി സ്വന്തം ജീവിതത്തെ ചെറുതാക്കരുത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ അവിടെ സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾക്ക് കാണുന്ന എന്താ, നല്ല സന്തോഷം നിറഞ്ഞ വീഡിയോസാണല്ലേ. അവർ ഭയങ്കര സന്തോഷത്തിലാണ് ചില ആൾക്കാർ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ക്യാമറ ഓഫ് ചെയ്ത ശേഷമുള്ള ജീവിതം നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ജീവിതമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു റോസാപ്പൂവ് അതെപ്പോഴാണ് വിരിയുന്നത്? രാവിലെയാണ്. മുല്ലപ്പൂവോ അത് രാത്രിയിൽ. പക്ഷെ രണ്ടും മനോഹരമാണല്ലേ. അത് വിരിയുന്ന ടൈം മാത്രമേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ചിലർക്ക് നേരത്തെ വിജയം കിട്ടും, ചിലർക്ക് കുറച്ച് വൈകും. അതുകൊണ്ട് നമ്മൾ പിന്നിലാണെന്നോ നമ്മുടെ ജീവിതത്തിൽ തോറ്റുപോയവരാണെന്നോ നമ്മൾ ഒരിക്കലും കരുതരുത്. ദൈവം ഓരോരുത്തർക്കും ഓരോ സമയമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതം നോക്കി വിഷമിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. കമ്പയർ ചെയ്യുന്നത് നമുക്ക് നിർത്താം. നമുക്ക് ലഭിച്ച ഈ മനോഹരമായ ജീവിതം ഹാപ്പിയായിട്ട് ജീവിക്കാനുള്ളതാണല്ലേ. നിങ്ങൾ ആരാണോ അതുപോലെ തന്നെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതം അതുല്യമാണ്. മറ്റൊരാളുടെ കഥ പോലെ ജീവിക്കാൻ ശ്രമിക്കാതെ നിങ്ങളുടെ സ്വന്തം കഥ മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ അധ്യായം മറ്റുള്ളവരുടെ അധ്യായവുമായി കമ്പയർ ചെയ്യരുത്. ഓരോരുത്തർക്കും എഴുതപ്പെട്ട കഥ വ്യത്യാസമാണ്.